പരസ്പരം താരിഫുമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ഇന്ത്യയും അമേരിക്കയും ഒരു വലിയ കരാറിൽ ഏർപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യയും US തമ്മിൽ വെള്ളിയാഴ്ചയാണ് 10 വർഷത്തെ പുതിയ പ്രതിരോധ കരാർ, അതായത് പ്രതിരോധ ചട്ടക്കൂട് കരാർ ഒപ്പുവെച്ചത് എന്ന റിപ്പോർട്ട് വരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം, സംയുക്ത ഉൽപ്പാദനം, സാങ്കേതിക പങ്കാളിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ കരാർ ഒപ്പിട്ടതെന്ന് അറിയാൻ സാധിക്കുന്നു. രാജ്നാഥ് സിംഗുമായി 10 വർഷത്തെ US ഇന്ത്യ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതായി US പ്രതിരോധ സെക്രട്ടറി ചീഫ് ഹെഡ്ഗത്ത് എക്സിലാണ് പോസ്റ്റ് ചെയ്തത്. ഈ കരാർ പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വളരെ പ്രധാനമാണ്, കൂടാതെ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഹെഗ്സെറ്റിന്റെ അഭിപ്രായത്തിൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ വിവരങ്ങൾ പങ്കിടൽ കൂടുതൽ ആഴത്തിലാക്കുകയും സാങ്കേതിക വിദ്യയിൽ ഏകോപനവും സഹകരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് അവരുടെ പ്രതിരോധ പങ്കാളിത്തത്തെ എക്കാലത്തെയും വലുതാക്കി മാറ്റുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോരാത്തതിന് ഇന്ത്യ US പ്രതിരോധ ബന്ധത്തിൽ ഇത് പുതിയൊരു അധ്യായമാണെന്നാണ് ഇവർ പറയുന്നത്. കോലാലംപൂരിൽ US പ്രതിരോധ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ 10 വർഷത്തെ ഈ സുപ്രധാന കരാർ ഇന്ത്യ US ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നതായാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. 3 ടെലികോം സംഭാഷണങ്ങൾക്ക് ശേഷം ADMM+ മീറ്റിംഗിനിടെ ഇന്നത്തെ മുഖാമുഖം കൂടിക്കാഴ്ച നടക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ഈ പ്രതിരോധ കരാർ ഒപ്പിട്ടതോടെ ആരംഭിച്ച ഈ പുതിയ അധ്യായം US പ്രതിരോധ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ US ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.